ജൂലൈ 5-ന് വിനാശകരമായ സുനാമി വരുമെന്നും പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ള റയോ തത്സുഗിയുടെ പ്രവചനത്തിൽ അങ്കലാപ്പ് തീരാതെ ജപ്പാൻ. ജപ്പാനീസ് ബാബെ വാൻകയെയാണ് റയോയെ ജനങ്ങൾ വിളിക്കുന്നത്. ഇല്ലസ്ട്രേറ്റായ റയോ 1999-ൽ പ്രസിദ്ധീകരിച്ച ദി ഫ്യൂച്ചർ ഐ സോ എന്ന പുസ്തകമാണ് ജപ്പാൻകാരുടെ ആദിക്ക് ആധാരം. ശനിയാഴ്ച മുതൽ 500-ലേറെ ഭൂചലനങ്ങളാണ് കഗോഷിമ ദ്വീപിലുണ്ടായത്. ഇതോടെയാണ് ജപ്പാനിലെ ജനങ്ങൾ ഭയപ്പാടിലായത്. തന്റെ വരയിലൂടെയാണ് 2011-ലെ ഭൂകമ്പം റയോ 1999-ലെ പ്രവചിച്ചു വെച്ചത്. 2011 മാർച്ചിൽ മഹാദുരന്തമുണ്ടാകുമെന്നായിരുന്നു റയോ കുറിച്ചത്. 2021-ൽ കുറേക്കൂടി ഭീതിതമായ വിവരങ്ങളാണ് റയോ വെളിപ്പെടുത്തിയത്. ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിലുള്ള സമുദ്രാർദ്ധ ഫലകം വിണ്ടുകീറും 4 ദിക്കുകളിലേക്ക് മാനം മുട്ടുന്ന തിരമാലകൾ ആഞ്ഞടിക്കും. 2011-ൽ ജപ്പാന്റെ തെക്കു പടിഞ്ഞാറൻ തീരത്തുണ്ടായതിന്റെ 3 ഇരട്ടി വലിപ്പത്തിൽ സുനാമി തിരകൾ ആഞ്ഞടിക്കും എന്നാണ് പ്രവചനത്തിൽ പറയുന്നത്. കഫേകളിലും ബാറുകളിലും സമൂഹ മാധ്യമങ്ങളിലും ജപ്പാൻ ചർച്ച ചെയ്യുന്നത് റയോയെക്കുറിച്ച് മാത്രമാണ്. എന്നാൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഇത്തരം പ്രവചനങ്ങൾക്ക് ശാസ്ത്രീയമായ അടിത്തറയില്ലെന്നും സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. റയോയുടെ പ്രവചനം ചർച്ചയായതിന് പിന്നാലെ ആളുകൾ കൂട്ടത്തോടെ വിമാനയാത്ര ഉപേക്ഷിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഫ്ലൈറ്റുകൾ റദ്ദാക്കി. ഇതോടെ ഏകദേശം $3.9 ബില്യൺ നഷ്ടമെന്ന് പറയുന്നു. 30% ഇടിവാണ് വിമാന ടിക്കറ്റ് ബുക്കിംഗിലുണ്ടായതെന്ന് കമ്പനികളും വ്യക്തമാക്കുന്നു. അഭ്യൂഹങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ജപ്പാൻ കൊടുക്കേണ്ടി വരുന്നത് കനത്ത വിലയാണെന്നായിരുന്നു ടൊട്ടോറി പ്രവിശ്യയിലെ ഗവർണർ പ്രതികരിച്ചത്. ജപ്പാനിലേക്കുള്ള സർവീസുകൾ 2 ഹോങ്കോങ് വിമാന കമ്പനികൾ നിർത്തിവെച്ചു. 83%മാണ് ആകെയുണ്ടായ ഇടിവെന്നും കണക്കുകൾ പറയുന്നു. മാർച്ച് 28-ന് മ്യാൻമറിലുണ്ടായ ഭൂചലനമാണ് ജപ്പാനിലും വൻ ഭൂകമ്പം ഉണ്ടാകുന്ന ആശങ്കയേറുന്നത്. റയോയുടെ പ്രവചനം യാഥാർത്ഥ്യമാക്കാൻ പോകുന്നതിന് മുന്നോടിയായാണ് ഇതുണ്ടായതെന്ന് ചിലർ കുറിക്കുന്നു.